ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 10, 46 മുതൽ 52 വരെ. യേശു ജെറീക്കോ പട്ടണത്തിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ അന്ധനായ ബർത്തിമിയോസ് കാറിക്കൂവി വിളിച്ചപേക്ഷിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. തിക്കിത്തിരക്കുന്ന ഒരു വലിയ ജനാവലി യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം അവനെ ശാസിച്ചു, ശബ്ദമുണ്ടാക്കരുത് എന്ന് വിലക്കി. എന്നാൽ യേശുവിലുള്ള വിശ്വാസം കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചു. വിലക്കുകളും ശാസനകളുമൊന്നും അവനെ പിന്തിരിപ്പിച്ചില്ല. വലിയ ആരവത്തിനിടയിലും കരുണാമയനായ യേശു അന്ധന്റെ ദീനരോദനം കേട്ടു. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. ഇത് കേട്ട അന്ധൻ സന്തോഷത്താൽ കുതിച്ചു ചാടി തൻ്റെ പുറങ്കുപ്പായം പോലും ഉപേക്ഷിച്ച് യേശുവിൻ്റെ അടുത്തെത്തി. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവന് പല ആഗ്രഹങ്ങളില്ല. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഒരേ ഒരാഗ്രഹം ആവശ്യം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മനുഷ്യവംശത്തെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു അവന് രക്ഷ പ്രദാനം ചെയ്തു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ജനങ്ങൾ കണ്ടും അനുഭവിച്ചും കഴിഞ്ഞു. അതിനാൽ വലിയ ജനാവലി എപ്പോഴും തിക്കിത്തിരക്കി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ തിക്കിനും തിരക്കിനുമിടയിലും കാരുണ്യവാനായ ഈശോയുടെ കണ്ണും കാതും ഹൃദയവും പാവങ്ങളിലേക്കും അഗതികളിലേക്കും വിശ്വാസത്തോടുകൂടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരിലേക്കും തിരിഞ്ഞിരുന്നു. അങ്ങനെയാണ് രക്തസ്രാവക്കാരി സ്ത്രീ രക്ഷിക്കപ്പെട്ടതും സൗഖ്യപ്പെട്ടതും. സക്കേവൂസ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഈശോയെ ഒന്ന് കാണണമെന്ന്. ഹൃദയങ്ങൾ അറിയുന്ന യേശു അവൻ്റെ വീട്ടിൽ അതിഥിയായി കടന്നു ചെല്ലുകയും അവൻ്റെ വീടിന് രക്ഷ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. രക്ഷയുടെ അനുഭവത്തിലേക്ക് നാമും കടന്നു വരുവാൻ രക്ഷകനായ ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന ഈ നോമ്പുകാലം അപരന് രക്ഷയായി തീരാൻ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും വിശ്വാസപൂർവ്വം നമുക്ക് യേശുവിനെ വിളിച്ചപേക്ഷിക്കാം. ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ, എന്നിൽ കനിയണമേ.